ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഓക്കെ, പ്രൈമറി മെറ്റബോളൈറ്റ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്. എന്താ മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെൻ വി ആർ ഐസൊലേറ്റിംഗ് ദ മോളിക്യൂൾസ് ഫ്രം ദ ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് സെല്ലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന എല്ലാ മോളിക്യൂൾസും that is called as biomolecules നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ബയോമോളിക്യൂൾസ് ബയോകെമിക്കൽ റിയാക്ഷൻസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതാണ്. ബയോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്ത് റിയാക്ഷൻ എന്നാണ് നമ്മൾ പഠിച്ചത്? മെറ്റാബോളിക് റിയാക്ഷൻസ് ആസ് കാറ്റബോളിക് ആൻഡ് അനാബോളിക് റിയാക്ഷൻ. സോ ഹിയർ ഈ മെറ്റാബോളിക് റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഈ ബയോകെമിക്കൽസിനെ അല്ലെങ്കിൽ ബയോമോളിക്യൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റാബോളൈറ്റ്സ്. ഓക്കെ, മെറ്റാബോളൈറ്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി മെറ്റബോളൈറ്റ്സും ഒന്ന് സെക്കൻഡറി മെറ്റബോളൈറ്റ്സും. മെറ്റബോളൈറ്റ്സ് വി ക്യാൻ ക്ലാസിഫൈ primary and secondary. Metabolites എന്ന് പറഞ്ഞാൽ biochemical substance or biomolecule. It is classified as primary and secondary. And here this primary metabolite, secondary metabolite എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അതിന്റെ അത് എങ്ങനെയാണ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നതെന്ന് അനുസരിച്ചാണ് കേട്ടോ. അതായത് ഇപ്പോൾ ആനിമൽസിന്റെ ഒക്കെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറി മെറ്റബോളൈറ്റ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ആനിമൽസിലൊക്കെ പ്രൈമറി മെറ്റബോളൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണുന്നത് ഏതൊക്കെ ഓർഗാനിസത്തിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സീൻ ഇൻ ബാക്ടീരിയ, ഫംഗസ്, as well as we can see in very small organisms. Okay, അതായത് ബാക്ടീരിയയില്, ഫംഗസില്, അതേപോലെ ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസിലൊക്കെയാണ് എന്ത് കാണുക? ഈ പറയുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കാണുക. സോ ഹിയർ വി ക്യാൻ സേ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്താന്ന് ചോദിച്ചാൽ അതേപോലെ ബാക്ടീരിയ, ഫംഗൈ ഞാൻ വിട്ടുപോയി, പ്ലാന്റ്സിലും ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കാണുക കേട്ടോ. പ്ലാന്റ്സിലാണ് മേജർലി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കാണുന്നത്. സോ ഹിയർ ബാക്ടീരിയ, ഫംഗൈ ആൻഡ് പ്ലാന്റ്സ് വി ക്യാൻ സീ ഇത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ദ നോർമൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിൽ ടേക്ക് പാർട്ട് ചെയ്യാത്ത, അതായത് അത് ഇല്ലെങ്കിലും ആ ഓർഗാനിസത്തിന് ജീവിക്കാം, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ബയോമോളിക്യൂൾസ് അത് ഇല്ലെങ്കിലും ഈ ഓർഗാനിസത്തിന് നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. സോ primary metabolites, it is involved in normal functions of the body, and here the secondary metabolite, it is taking part in certain functions. function ഒന്നും ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ നോർമൽ ഫംഗ്ഷൻ, അതായത് നോർമൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ല, അത് ഇല്ലെങ്കിൽ അതിന് ജീവിക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ഇല്ല. they will give some advancement to that particular organism if the secondary metabolites are there. അത് സാധാരണ അതിനകത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് കാണാറുള്ളത്. അത് കാണുന്ന സാധാരണ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, ഫംഗൈ ആൻഡ് പ്ലാന്റ്സ്, ഈ 3 ഗ്രൂപ്പിലാണ് സാധാരണ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് കാണുന്നത് കേട്ടോ. സോ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് പറഞ്ഞു, ഇനി അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. പ്രൈമറി മെറ്റബോളൈറ്റ്സ് ഇറ്റ് ഈസ് ഗ്ലൂക്കോസ്, അതുപോലെ പോളിസാക്കറൈഡ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ് മോളിക്യൂൾ, ഇതൊക്കെയാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആർ സം ഡെപ്പോസിറ്റ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ഫംഗൈ ആൻഡ് മൈക്രോ ഓർഗാനിസം. സം എക്സാമ്പിൾസ് they have given here as a secondary metabolites, that is പിഗ്മെന്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. പലപ്പോഴും നീറ്റ് എക്സാമിനും ബോർഡ് എക്സാമിനും ഒക്കെ ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സെക്കൻഡറി മെറ്റബോളൈറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാനത് ഇവിടെ എഴുതുന്നില്ല ബിക്കോസ് ദേ ഹാവ് ഗിവൻ ഇൻ ദ ടേബിൾ. സോ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ്. പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന് കളറ് കൊടുക്കുന്ന പ്രോട്ടീനാണ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് carotenoid pigment and anthocyanin pigments. carotenoid pigment എന്ന് പറയുന്ന ലിപ്പിഡ് സോലുബിൾ പിഗ്മെന്റ് ആണ്. ആന്തോസൈനിൻ പിഗ്മെന്റ് ദാറ്റ് ഈസ് വാട്ടർ സോലുബിൾ പിഗ്മെന്റ്. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് എ വാട്ടർ സോലുബിൾ പിഗ്മെന്റ് ഫ്രം ദിസ് എന്ന് ചോദിച്ചിട്ട് കരോട്ടിനോയിഡ്സ്, ആന്തോഫിൽ, ആന്തോസൈനിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പിഗ്മെന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ ദാറ്റ് ആന്തോസൈനിൻ ദാറ്റ് ഈസ് വാട്ടർ സോലുബിൾ പിഗ്മെന്റ്. ഓക്കെ, ഈ വാട്ടർ സോലുബിൾ പിഗ്മെന്റ് ആന്തോസൈനിൻ ആണ് പെറ്റൽസിനൊക്കെ കളർ കൊടുക്കുന്നത്. എന്താണ്? ആന്തോസൈനിൻ ആണ് കേട്ടോ. Now the next secondary metabolite which we can see is alkaloids. Example for that is morphine, കോഡീൻ, അതുപോലെ നിക്കോട്ടിൻ. നമുക്കറിയാം ഈ തെയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തേയിലയിലും അതുപോലെ എന്താ പറയുക പുകയിലയിലും ഒക്കെ കാണുന്ന ചില ആൽക്കലോയിഡ് ദാറ്റ് ക്യാൻ ആക്ട് ആസ് ഡ്രഗ്സ് അല്ലേ.
അങ്ങനത്തെ സാധനങ്ങളെയാണ് നമ്മൾ ആൽക്കലോയിഡ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പ്ലാന്റ്സിന് ആവശ്യമില്ല എന്നൊന്നും ഇല്ല. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ ഡിഫെൻസ് മെക്കാനിസം. ഈ സാധനം അവരുടെ ഡിഫെൻസ് മെക്കാനിസത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള, പക്ഷെ അത് ഇല്ലാന്ന് കരുതി ആ പ്ലാന്റിന് വളരാൻ പറ്റില്ലായിരിക്കൊന്നും ഇല്ലല്ലോ. അതിന്റെ നോർമൽ അല്ലെങ്കിൽ ബേസിക് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. അതിനൊരു അഡ്വാൻസ്ഡ് ക്യാരക്ടർ കൊടുക്കുന്നതാണ് ഈ പറയുന്ന ആൽക്കലോയിഡ്സ് പോലത്തെ സബ്സ്റ്റൻസസ്. ദാറ്റ് ഈസ് നിക്കോട്ടീൻ, തെയിൻ, അതുപോലെ തന്നെ മോർഫീൻ, കോഡീൻ, ഇതൊക്കെയാണ് ആൽക്കലോയിഡിന് എക്സാമ്പിൾ കേട്ടോ. നെക്സ്റ്റ് വൺ ടെർപിനോയിഡ്. ടെർപിനോയിഡ് വേർ വി ക്യാൻ സി മോണോടെർപിൻ, ഡൈടെർപിൻ, എക്സെട്ര. Terpenoids are the substances which is accumulated in certain plants as gymnosperm. ജിംനോസ്പേം പോലത്തെ പ്ലാന്റ്സിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് ടെർപിനോയിഡ് എന്ന് പറയുന്നത്. നമ്മളത് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ടെർപ്പൻ നമ്മൾ പറയില്ലേ, ടെർപ്പൻ തൈലം എന്നൊക്കെ പറയില്ലേ, അതായത് ഒരു പെയിൻ റിലീവർ ആണ്. അതുപോലെ തന്നെ ഇൻസെക്റ്റിന് റിപ്പൽ ചെയ്യുന്ന സാധനമാണ്. അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്താ ടെർപിനോയിഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ എസെൻഷ്യൽ ഓയിൽ ആസ് ലെമൺ ഗ്രാസ് ഓയിൽ. ലെമൺ ഗ്രാസ് ഓയിൽ, ഇഞ്ചിപ്പുൽ തൈലം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇഞ്ചിപ്പുൽ തൈലം ഒക്കെ അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ പ്രൈമറി മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ അത് ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. ദാറ്റ് വിൽ ബി ആൻ അക്യുമുലേഷൻ ഇൻസൈഡ് ദ പ്ലാന്റ് ദാറ്റ് വി ആർ യൂസിങ് ആൻഡ് ദേ ഹാവ് സം അതർ യൂസസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ഫോർ ദം ടു സർവൈവ്. ഓക്കെ, നെക്സ്റ്റ് വൺ വി ക്യാൻ സി ടോക്സിൻസ്. ടോക്സിൻസ് അവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾസ് അബ്രിൻസും റൈസിനുമാണ് കേട്ടോ. എന്താ അബ്രിൻ എന്ന് പറയുന്നത് അറിയോ? നമ്മൾ ഈ കുന്നിക്കുരു ഒക്കെ പോലത്തെ ഇതുണ്ടല്ലോ, കുന്നിക്കുരു എന്ന് പറയുന്ന റോസറി പീ എന്നാണ് കേട്ടോ പറയാ കുന്നിക്കുരുവിന്. ആ കുന്നിക്കുരു പോലത്തെ സീഡിന്റെ ഉള്ളിൽ കാണുന്ന ഒരു തരം ഡെപ്പോസിറ്റ് ആണത്. അത് ടോക്സിൻ ആണ് കേട്ടോ. അത് അബ്രിൻ എന്ന് പറയുന്ന, നമ്മൾ പറയല്ലേ കുന്നിക്കുരു അധികം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുന്നിക്കുരു അറിയാതെ ഒത്തിരി ഒരു 3-4 കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൂസ് മോഷൻ പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് ഈ അബ്രിന്റെ പ്രസൻസ് കൊണ്ടാണ്. ദെൻ റൈസിൻ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ കാസ്റ്റർ സീഡ്. കാസ്റ്റർ സീഡില് പ്രോട്ടീൻ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുതരം പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ ഒരുതരം ഡെപ്പോസിറ്റ് ആണ് എന്തെന്ന് റൈസിൻ എന്ന് പറയുന്നത്. അപ്പൊ അബ്രിൻ ആൻഡ് റൈസിൻ, ദീസ് ടു ആർ ദ എക്സാമ്പിൾസ് ഫോർ ടോക്സിൻസ്. ദെൻ ലെക്റ്റിൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, നമ്മൾ ലെക്റ്റിൻ സാധാരണ കാണുന്ന എന്തിലാന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ലെഗ്യുമിനേഷ്യ ഫാമിലിയിൽ കാണുന്ന ജാക്ക് ബീൻ എന്ന് പറയുന്ന ഒരു പയറ് ചെടിയുടെ സീഡിന്റെ ഉള്ളിൽ കാണുന്നതാണ് ശരിക്കും ഈ ലെക്റ്റിൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് കോൺകാന വാലിൻ എ. കോൺകാന വാലിൻ എ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ലെക്റ്റിൻ. ഇനി ഈ ലെക്റ്റിൻ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപകാരപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ it can bind with a certain sugars and it can lead to agglutination. അപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഷുഗർ മോളിക്യൂളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഷുഗർ മോളിക്യൂളിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് മിക്സഡ് സബ്സ്റ്റൻസ് ഇഫ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദാറ്റ്, ഇഫ് വി വാണ്ടഡ് ടു സെപ്പറേറ്റ് ദ ഷുഗർ മോളിക്യൂൾ, വി ക്യാൻ യൂസ് this concana valin A or lectin as an agglutinin for this ഷുഗറിനെ അഗ്ലൂട്ടിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ലെക്റ്റിൻ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് കാണാം ഡ്രഗ്സ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ എന്ന് പറഞ്ഞ 2 തരത്തിലുള്ള ഡ്രഗ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിൻബ്ലാസ്റ്റിൻ ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം എ കൈൻഡ് ഓഫ് പ്ലാന്റ് സച്ച് ആസ് കാത്തറാന്തസ് പ്ലാന്റ് അല്ലെങ്കിൽ വിൻബ്ലാസ്റ്റിൻ പ്ലാന്റ്. കാത്തറാന്തസ് പ്ലാന്റ് അല്ലെങ്കിൽ വിൻബ്ലാസ്റ്റിൻ പ്ലാന്റിൽ കാണുന്ന ഒരു സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് വിൻബ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. വിൻബ്ലാസ്റ്റിൻ ആക്ച്വലി ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് വിൻബ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുർക്കുമിൻ ശരിക്കും നമ്മൾ ടർമറിക്കിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന മെഡിസിനൽ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ കുർക്കുമിൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അൾസീമേഴ്സിനും ക്യാൻസറിനും ഹാർട്ട് ഡിസീസിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കുർക്കുമിൻ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ടർമറിക്. ആൻഡ് വി ക്യാൻ സീ പോളിമറിക് സബ്സ്റ്റൻസസ് ആസ് റബ്ബർ, ഗം, cellulose. These all are also secondary metabolites. We can say rubber, it is
is isolated from the rubber plant. Gum we are getting from many different types of plants, and cellulose that is also used for making the paper and all. Cellulose ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ്. അതേപോലെ that is used for making the plants. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ് ഇപ്പോൾ ഇത്രയും ഐറ്റംസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു it is not normally take part in the basic physiological activities, but it is doing some advanced character in the case of plants. And the secondary metabolite deposit, it is useful to human welfare. അതായത് ഹ്യൂമൻ ബീങ്സിന് ചില പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ കോമ്പൗണ്ട്സിനെ യൂസ് ചെയ്യാൻ പറ്റും. Okay, that is all about the secondary metabolites. Once again I'll tell pigments is carotenoid and anthocyanin, that is a secondary metabolite. And this carotenoid, it is a lipid soluble compound. Anthocyanin is a water soluble compound. Anthocyanin which give color to the flower parts. Alkaloid, that is morphine, codeine, theine, nicotine, these all are alkaloid which is present in certain plants. Terpenoid like monoterpene, diterpene, these are present in certain plants. An essential oil as lemongrass oil which is present in certain plants are secondary metabolite. Toxins as heparin and ricin. Heparin, it is present in rosary pea. Rosary pea എന്ന് പറയുന്ന കുന്നിക്കുരുവാണ്. അതുപോലെ റൈസിൻ. റൈസിൻ it is present in castor seed. castor seedൽ കാണുന്ന ഒരു പ്രോട്ടീൻ സിന്തസിസിനെ, നമ്മുടെ ബോഡിയിലെ പ്രോട്ടീൻ സിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഒരു ടോക്സിൻ ആണ് റൈസിൻ എന്ന് പറയുന്നത്. അതുപോലെ ലെക്റ്റിൻ. ലെക്റ്റിൻ it is act as an agglutinin with a certain group of sugars. അതുപോലെ ഈ ലെക്റ്റിൻ ഐസൊലേറ്റ് ചെയ്യുന്നത്, ലെക്റ്റിൻ കാണുന്നത് കോൺകാന വാലിൻ എ ഫോമിലാണ്. അതുപോലെ അത് ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ജാക്ക് ബി. ജാക്ക് ബി എന്ന് പറഞ്ഞാൽ ഒരുതരം ലെഗുമിനേഷ്യ ഫാമിലിയുടെ പി വെറൈറ്റിയാണ് കേട്ടോ. ഡ്രഗ്സ് വിൻബ്ലാസ്റ്റിൻ ആൻഡ് കുർക്കുമിൻ ഈസ് ദർ. വിൻബ്ലാസ്റ്റിൻ ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം കാത്തറാന്തസ് പ്ലാന്റ്. കാത്തറാന്തസ് പ്ലാന്റ് അല്ലെങ്കിൽ വിൻബ്ലാസ്റ്റിൻ പ്ലാന്റിൽ നിന്നാണ് വിൻബ്ലാസ്റ്റിൻ ഐസൊലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൻബ്ലാസ്റ്റിൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റി ക്യാൻസറസ് ഡ്രഗ്. And we can see another group of this one drug, that is curcumin. It is isolated from the turmeric, and that is used as anti-cancerous agent for the treatment of Alzheimer's, heart disease, etc. And we can see some polymeric substances as rubber, gum, cellulose, etc. Cellulose ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. സോ ഹിയർ ഗം it is getting from different types of plants. ചില ഗമ്മ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഓയിലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്കറിയാം ഒരു തരത്തിലുള്ള ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അസാഫോയിറ്റിഡ എന്ന് പറയുന്നത്. നമ്മൾ കായം എന്ന് പറയില്ലേ, ആ കായം എന്നൊക്കെ പറയുന്ന ഒറിജിനൽ കായം ഒരു മരത്തിൻ്റെ ഗമ്മാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എല്ലാം പ്ലാന്റ്സിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എല്ലാം, ഈവൻ ദോ വി ഡോണ്ട് നോ ദ ഫംഗ്ഷൻ ഇൻ ദ പ്ലാന്റ്സ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഹ്യൂമൻ ബീങ്സ് ഫോർ ദെയർ പർപ്പസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പഠിച്ചത് പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ബയോമോളിക്യൂൾ വിച്ച് ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ മെറ്റാബോളിക് റിയാക്ഷൻ. ഇവിടെ പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്, പ്രൈമറി മെറ്റബോളൈറ്റ് നോർമൽ ഫിസിയോളജിക്കൽ ബേസിക് ഫിസിയോളജിക്കൽ ഫംഗ്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന മോളിക്യൂൾ ആസ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ് ആസ് വെൽ ആസ് ന്യൂക്ലിക് ആസിഡ്. ഈ 4 എണ്ണമാണ് നോർമലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന. റിമൈനിങ് ഓൾ തിങ് ആസ് എ റിസൾട്ട് ഓഫ് ദീസ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് സം അക്യുമുലേഷൻ ഓർ സം ഡെപ്പോസിറ്റ് ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ സർട്ടൻ പ്ലാന്റ്സ് ആസ് ബാക്ടീരിയ, ഫംഗസ് ആസ് വെൽ ആസ് ദ പ്ലാന്റ്സിലാണ് സാധാരണ കൂടുതൽ കാണുന്നത്. ആൻഡ് വി ഹാവ് സീൻ ദിസ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, ഇറ്റ് ഈസ് യൂസ് ഈവൻ ദോ പ്ലാന്റ്സ് ആർ നോട്ട് യൂസിങ് ദിസ്, ഓർ ഈവൻ ദോ വി ഡോണ്ട് നോ ദ ക്ലിയർ ഫംഗ്ഷൻ ഓഫ് ദീസ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ഇൻ ദ പ്ലാന്റ്സ്, we know it is useful for the human and it is used in the human welfare. Okay, so this is all about the primary and secondary metabolite. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബയോ മൈക്രോ മോളിക്യൂൾ എന്താണ്, അതേപോലെ ബയോ മാക്രോ മോളിക്യൂൾ എന്താണെന്നാണ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ.